Hi, good morning dear students. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI എന്ന് പറയും. അപ്പോൾ ഇനി എന്താണ് ഈ IFCI എന്നുള്ളത് നോക്കാം. IFCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഫസ്റ്റ് ഡെവലപ്മെൻറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ നമ്മളെ ബാങ്കിൻ്റെ ഏറ്റവും ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യയിൽ വരുന്ന ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ്. അതുപോലെ തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1948 പാർലമെൻറ്റ് ആക്ട് പ്രകാരമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, അതായത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് അവർക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് എന്താണോ അവരുടെ ബിസിനസ് എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ വേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യലാണ് IFCIൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് നോക്കാം. പ്രോജക്റ്റ് ഫിനാൻസ് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള ഫിനാൻഷ്യൽ സർവീസസ്, അതായത് മെർച്ചൻറ്റ് ബാങ്കിങ്, പിന്നെ എന്തെങ്കിലും സർവീസസിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ഷെയർസ് ഡിബെഞ്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഫോറിൻ കറൻസിക്ക് വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടീസ് എന്തെങ്കിലും ലോൺസ് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്യാരണ്ടീഡ് ലോൺസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 വർഷത്തിനകത്തേക്ക് വരുന്ന രീതിയിലുള്ള റീപേയ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവരെ ഷെയർസും ഡിബെഞ്ചേഴ്സും അണ്ടർ റൈറ്റിംഗ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും പേയ്മെൻറ്റ്സൊക്കെ തെറ്റിക്കെടുക്കുന്നുണ്ടെങ്കിൽ, ഡിഫേർഡ് പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടീസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട് പലപ്പോഴും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം അവരെ ഡിബെഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വേൾഡ് ബാങ്കിൻ്റെ അപ്രൂവൽസ്, എന്തെങ്കിലും ലോൺ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽസ് കിട്ടണമെങ്കിലൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ IFCI എന്ന് പറയുന്നത് പലതരത്തിലുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തരത്തിൽ, ഏതൊക്കെ ഫോംസിലാണ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ലോൺസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, 25 വർഷത്തിനകത്തേക്ക് വരുന്ന പേയ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയർസ് ഡിബെഞ്ചേഴ്സ് ബോൺഡ്സ് സ്റ്റോക്ക് ഇതൊക്കെ അണ്ടർ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 7 ഇയേഴ്സിനകത്തേക്ക് വരുന്ന രീതിയിലുള്ള സെക്യൂരിറ്റീസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോൺസും അഡ്വാൻസസും പിന്നെ അതുപോലെ തന്നെ ഡിബെഞ്ചർ സബ്സ്ക്രൈബ് ചെയ്യാനെല്ലാം ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ഇതൊക്കെ 25 ഇയേഴ്സിനകത്തേക്കാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ലോൺസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെ അസിസ്റ്റൻസുകളാണുള്ളതെന്നുള്ളത് നോക്കാം. IFCI ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നതെന്നറിയാം. അതായത് റീജിയണൽ ഇംബാലൻസസ് ഒക്കെ വരുന്ന സമയത്ത്, റീജിയണൽ ഇംബാലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജിയൻ വളർന്നു വരിക, ഒരു റീജിയൻ വളർന്നു വരാതിരിക്കുന്ന, ഇപ്പോൾ അർബൻ റൂറലൊക്കെയാണ് പ്രധാനപ്പെട്ട രീതിയിൽ അങ്ങനെ വരാറുള്ളത്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക്വേർഡ് ഏരിയാസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബാക്ക്വേർഡ് ഏരിയാസിന് ചിലപ്പം ലോണോ അസിസ്റ്റൻസൊക്കെ കിട്ടാതെ വരുമ്പോഴാണ് ഇവർ ഈ ഒരു വളർച്ചയിലേക്ക് എത്താതെ വരുന്നത്. അപ്പോൾ ഈ റീജിയണൽ ഇംബാലൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത്. അതായത് ബാക്ക്വേർഡ് റീജിയൻസിന് അവർക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് മാക്സിമം ലോൺസ് ഒക്കെ കൊടുക്കുക. അപ്പം ഈ ഒരു സ്ഥലം മാത്രം വളരുന്നു, ഒരു സ്ഥലം മാത്രം വളരാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥ ഒഴിവാക്കിയിട്ട് എല്ലാ പ്ലേസസും ഒരേപോലെ വളരുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ തിരൂരൊന്നും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടൗൺ ഏരിയാസിലുള്ള ആൾക്കാർ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് ഉള്ളോട്ടേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യനങ്ങാടിയൊക്കെ കുറച്ച് ഉള്ളോട്ടേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് കുറച്ചൊരു ലോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും ഒരേപോലത്തെ ഒരു റീജിയണൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ഇംബാലൻസ് ഒഴിവാക്കുക. അതാണ് പ്രധാനമായിട്ടും ഈ ഒരു IFCI ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ്, അതുപോലെ തന്നെ ഷുഗർ, ഇങ്ങനത്തെ സെക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കീ റോൾ ആർക്കുണ്ട്, ഈ ഒരു IFCIക്ക് ഉണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ
അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. TCO എന്ന് പറയും, ടെക്നിക്കൽ കൺസിസ്റ്റൻ്റ് ഓർഗനൈസേഷൻസൊക്കെ ഇതിനകത്ത് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ടൂറിസം മേഖലയിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഒരു പല രീതിയിലും അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ, അത്തരത്തിലൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാനേജ്മെൻറ്റ് ഈ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് നിധി, ഇതൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പുറമെ വേറെയും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, the over-the-counter exchange of India, the Securities Trading Corporation of India, LIC, Housing Finance Limited, GIC, Great Vita Limited, and Biotech Consortium Limited. അപ്പോൾ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇവർക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ IFCI. ഇനി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നബാർഡ്. നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കാം, എന്നാലും നബാർഡ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഇതാണ് നബാർഡ്. അപ്പോൾ നമുക്കറിയാം നബാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അതുപോലെ തന്നെ ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് 12th July 1982 ഇതിനകത്ത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ₹100 crores ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് മേർജ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റും, അതുപോലെ തന്നെ റൂറൽ പ്ലാനിങ്, അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, റൂറൽ പ്ലാനിങ് ആൻഡ് ക്രെഡിറ്റ് സെൽ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഇവർ തമ്മിൽ മേർജ് ചെയ്തിട്ട്, അതുപോലെ തന്നെ എല്ലാ അഗ്രികൾച്ചർ റീഫിനാൻസിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇവരെല്ലാവരും കൂടി മേർജ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നബാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഇനീഷ്യൽ ക്യാപിറ്റൽ, നബാർഡിൻ്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ₹100 crores ആണ് വരുന്നത്. അപ്പോൾ നബാർഡ് ക്രെഡിറ്റ് ഫ്ലോ, ഇതിന് മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ക്രെഡിറ്റ് ഫ്ലോ ഫെസിലിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് അഗ്രികൾച്ചറിനും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും കോട്ടേജ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനും ഹാൻഡിക്രാഫ്റ്റ്സിനും, അതുപോലെ തന്നെ റൂറൽ ക്രാഫ്റ്റ്സ്, അതായത് ഈ ഒരു ഏരിയയിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഫ്ലോ ആണ് മെയിനായിട്ട്. ക്രെഡിറ്റ് ഫ്ലോ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഫ്ലോസാണ് മെയിനായിട്ട് നബാർഡ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് ഞാൻ പറഞ്ഞത്. ഇനി നബാർഡിന് എന്തൊക്കെ റോൾസാണുള്ളത് നോക്കാം. നബാർഡ് മെയിനായിട്ട് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് റിയൽ ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്ററായിട്ടാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ അത് കൊടുക്കുന്നു റിസർവ് ബാങ്കിന്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഓർഗനൈസേഷന് വേണമെങ്കിൽ ഈ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി വരുന്ന എന്തൊക്കെ അസിസ്റ്റൻസ് ആണോ ആ അസിസ്റ്റൻസ് എല്ലാം നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നബാർഡ് ട്രെയിനിങ്ങും റിസർച്ച് ഫെസിലിറ്റീസും ബാങ്കിനും കോർപ്പറേഷനും ഓർഗനൈസേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും റിസർച്ച് ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പലതരത്തിലും അതായത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യുന്ന മീൻസ് ബേസിക്കലി അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള ഹെൽപ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ബാങ്ക്സിനും RRBSനും റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെയാണ് RRBS എന്ന് പറയുന്നത്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്ററായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബേസിക്കായിട്ട് ഇതിനകത്ത് വരുന്ന ഈ ഒരു നബാർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻറ്റഗ്രേറ്റ് ദ വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവോൾവ് ഇൻ ദ ഏരിയാസ് ഓഫ് റൂറൽ ബാങ്ക്സ്. അതായത് റൂറൽ ഏരിയാസിൽ വരുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യലാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്തൊക്കെയാണോ അത് ഫോർമുലേറ്റ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യലാണ് രണ്ടാമത്തേത്. റൂറൽ ഏരിയാസിനെയാണ് ബേസിക്കലി നബാർഡ് ഫോക്കസ് ചെയ്യുന്നത്. റൂറൽ ഏരിയാസിനെ എത്രത്തോളം ഡെവലപ്പ് ചെയ്യാതെ റൂറൽ ഏരിയാസിനെ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് നബാർഡിൻ്റെ ഫങ്ഷൻസ്. നബാർഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം നബാർഡിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നബാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന
ഇൻസ്റ്റിറ്റ്യൂഷനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റൂറൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട പോളിസീസ്, പ്ലാനിങ്, ഓപ്പറേഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം റൂറൽ ഏരിയാസിലേക്ക് വേണ്ട എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത് നബാർഡാണ്. അതുപോലെ തന്നെ ഫിനാൻസിങ് ഏജൻസി ആയിട്ട് നബാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് പ്രൊഡക്ഷനും ഇൻവെസ്റ്റ്മെൻറ്റും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചറും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും വില്ലേജ് കോട്ടേജ് എന്ന് നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഫിനാൻസിങ് ഏജൻസി ആയിട്ട് റീഫിനാൻസിങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി ഫിനാൻസ് കൊടുത്തു, എന്നിട്ട് വീണ്ടും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് വേണമെങ്കിൽ വീണ്ടും റീഫിനാൻസിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ആയിട്ടുള്ള രീതിയിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്സുകളാണ് സ്റ്റേറ്റ് കോർപ്പറേറ്റ് ബാങ്ക്സ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെയാണ്. അതുപോലെ തന്നെ റൂറൽ ക്രെഡിറ്റ് ഏജൻസീസിൻ്റെ കോർഡിനേഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോങ് ടേം ലോൺസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റീഫിനാൻസിങ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കോർപ്പറേറ്റ് റീഫിനാൻസ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോർപ്പറേറ്റ് ബാങ്ക്സും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സും RRBSും ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഇതിൻ്റെയൊക്കെ കോർഡിനേഷൻ ആക്ടിവിറ്റീസും ഈ ഒരു നബാർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ബാങ്ക്സിനെ ഇൻസ്പെക്റ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ RRBSനെ ഇൻസ്പെക്റ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയും നബാർഡിൻ്റെതാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോജക്ട്സ് വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള റീഫിനാൻസിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതും നബാർഡാണ്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഏതെങ്കിലും റൂറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കുന്നതും നബാർഡാണ്. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, നേരത്തെ പറഞ്ഞതാണ്, അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതും നബാർഡാണ്. അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രോജക്ട്സും പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്നതും നബാർഡിൻ്റെ ഡ്യൂട്ടി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ റിസർച്ചും ട്രെയിനിങ് ആക്ടിവിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും നബാർഡിൻ്റെ ആക്ടിവിറ്റി ആണ്. നെക്സ്റ്റ് ആണ് ഫണ്ട്സ്. നബാർഡിൻ്റെ ഫണ്ട് എന്ന് പറയുകയാണെങ്കിൽ നബാർഡിൻ്റെ ക്യാപിറ്റൽ ഹെൽഡ് ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്, RBI ആണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റാണ്. ഒരു ഈക്വൽ പ്രപ്പോർഷനിലാണ് ഇതിൻ്റെ ക്യാപിറ്റൽ വരുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ പെയ്ഡപ്പ് വരുന്നത് 31 മാർച്ച് 2015 5,000 crores ആണ് ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്നത്. അതിനകത്ത് 99.50% ഗവൺമെൻറ്റാണ്. അതിൽ റിസർവ് ബാങ്ക് വരുന്നത് 0.50% റിസർവ് ബാങ്കിൻ്റെതാണ് ഈ 5,000 crores വരുന്നത്. അതുപോലെ തന്നെ ഇത് ഇവരെ ഈ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള റിസോഴ്സും പറയുകയാണെങ്കിൽ ബോണ്ട്സും ഡിബെഞ്ചേഴ്സും ആയിരിക്കണം. അത് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. അതുപോലെ തന്നെ കുറച്ച് റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്തതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും വേൾഡ് ബാങ്കും അതുപോലെ തന്നെ മറ്റേത് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനകത്ത് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഇനി ഇതിലത്തെ മാനേജ്മെൻറ്റ് ആരൊക്കെയെന്നുള്ളത് നോക്കാം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി മാനേജർ, റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി മാനേജർ ചെയർമാനായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ 3 നോമിനീസ് ഉണ്ടായിരിക്കും. റിസർവ് ബാങ്കിൽ 3 നോമിനീസ് ഉണ്ടായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. ഇതിൽ 3 മെമ്പേഴ്സ് എന്ന് പറയുന്നത് 3 മെമ്പേഴ്സിൽ 2 ആൾക്കാർ കോപ്പറേറ്റീവ് ബാങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കണം. ഒരാൾ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള ആളുമായിരിക്കും. പിന്നെ 2 നോമിനീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെത് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ 2 റൂറൽ ഇക്കണോമിക്സ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള 2 ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒന്നോ അതിലധികമോ ടൈം ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, വോൾ ടൈം ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇത്രയും ആണ് ഈ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നബാർഡിൻ്റെ മേജർ ആക്ടിവിറ്റീസ് ഇതിനകത്ത് വരുന്നത് ക്രെഡിറ്റ് പ്ലാനിങ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് exploited potential tender agriculture. അതായത്
മെയിനായിട്ട് ഇതിനകത്ത് അഗ്രികൾച്ചറിന് അതുപോലെ തന്നെ ഈ ഒരു ബാങ്ക് ക്രെഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് മെയിനായിട്ട് ഇതിനെ ലിങ്ക് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് പ്ലാൻസുകളാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ലോൺസും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ റീഫിനാൻസ് ചെയ്യുക. ലോൺസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോൺസ് ഓൾറെഡി കൊടുത്താണെങ്കിൽ വീണ്ടും ലോൺസ് കൊടുക്കുക, അതായത് റീഫിനാൻസിങ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും പ്രൊഡക്ഷനും ഒക്കെ എന്ത് ചെയ്യുക, റൂറൽ ഏരിയാസിന് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. അതുപോലെ തന്നെ ലോൺസ് കൊടുക്കുക. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനൊക്കെ ലോൺസൊക്കെ കൊടുത്തിട്ട് അവർ മാക്സിമം എന്ത് ചെയ്യാണ്, അവർ റൂറൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് അവർക്ക് പുതിയ ഇന്നോവേഷൻസ് ഒക്കെ കൊടുക്കുക വെച്ചാൽ അവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫോർമൽ ബാങ്കിങ് സർവീസസ് എന്ത് ചെയ്യുക, റൂറൽ ഏരിയാസിൽ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം അവരെന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവർ മാക്സിമം ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ ഷെഡ് ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുക്കുക, അതായത് അവരെ പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയൊക്കെ അഗ്രികൾച്ചർ പ്രൊഫിറ്റബിലിറ്റിയും പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ RRBS അതുപോലെ തന്നെ കോർപ്പറേറ്റ് ബാങ്ക്സൊക്കെ ഇൻക്രീസ് ചെയ്യുക. അവരൊക്കെ മാക്സിമം ഇൻസ്പെക്ട് ചെയ്ത് അവരെ മാക്സിമം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അടുത്ത എന്തൊക്കെയാണ് സ്കീംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നബാർഡിൻ്റെ സ്കീംസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സെയിം റിപ്പീറ്റേഷൻസ് തന്നെ പറയുന്നത്. ക്രെഡിറ്റ് റൂറൽ ഏരിയാസിന് ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ റീഫിനാൻസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ 70% റീഫിനാൻസിങ് ചില സമയങ്ങളിൽ ബാങ്ക്സ് കൊടുക്കാറുണ്ട്. അതായത് ഓട്ടോമാറ്റിക് റീഫിനാൻസിങ് ഫെസിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്മോൾ റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോൺസ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള, അതായത് അവരെ പബ്ലിക് ഗുഡ്സൊക്കെ ക്യാരി ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, മാക്സിമം 2 വെഹിക്കിളെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പം വെഹിക്കിളിനൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് വേണ്ട റൂൾസാണ്. 2 വെഹിക്കിൾ ഉണ്ടായിരിക്കണം മാക്സിമം. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രോസ് വെയ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും 6 ടണ്ണിനേക്കാളും ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിൾ ഈ ഒരു ഫാം പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഫാമിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങൾക്കും അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, വെഹിക്കിൾ ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് നബാർഡ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് റൂറൽ സെക്ടറിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം ഒരു ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ റീസെൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ് കാർഷിക് സാഥി സ്കീം, KSS എന്ന് പറയും. ഇതിനകത്ത് എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹിൻഡ്രൻസസ്, എന്തെങ്കിലും പ്രോബ്ലംസ്, ഹിൻഡ്രൻസ് മീൻസ് എന്തെങ്കിലും തടസ്സങ്ങൾ ഫേസ് ചെയ്യാണ് ഫാമിങ് സിറ്റുവേഷൻ സമയത്ത്, ഫാം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സിറ്റുവേഷൻ സമയത്ത് അവർ ഫേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രെഡിറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാക്സിമം ക്രെഡിറ്റൊക്കെ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ മണി ബോറോ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാക്സിമം ഫാമേഴ്സിന് എന്ത് ചെയ്യാം, അസിസ്റ്റ് ചെയ്യാം. മാക്സിമം റീഫിനാൻസിങ് ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം മണി ലെൻഡേഴ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെന്ത് ചെയ്യാം, മാക്സിമം ഡെവലപ്പ് ചെയ്തെടുക്കുക. റീഫിനാൻസിങ് അസിസ്റ്റൻസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് മാക്സിമം ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു KSS എന്നുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. ഈ ഒരു സ്കീം അവർ കൊണ്ടുവന്ന ഒരു പുതിയ സ്കീമാണത്. അതുപോലെ തന്നെ വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ബുദ്ധിമുട്ട്, ഇപ്പം ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഫെസിലിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലായ്മ, അല്ലെങ്കിൽ റോഡില്ലായ്മ, അതായത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് എന്ത് ചെയ്യാണ്, അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് ആ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്താണ് വാട്ടർ ഷെഡ് പ്രോജക്റ്റ് ഇൻ 31 ഡിസ്ട്രിക്ട്സ്. 31 ജില്ലകളിലായിട്ട് 31 പ്ലേസസിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, മൊത്തം ഡിസ്ട്രിക്റ്റിലുള്ള 31 പ്ലേസസ്, അതാണ് ഓക്കെ. മൊത്തം ഡിസ്ട്രിക്റ്റിലുള്ള 31 പ്ലേസസിലായിട്ട് ഇപ്പോൾ നമ്മൾ തിരൂർ തന്നെ എടുക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരൂർ എന്ന് പറഞ്ഞ ടൗൺ ഓക്കെ, പക്ഷെ അതിനകത്ത് ഉള്ളോട്ടേക്ക് വരുന്ന പല മേഖലകളിൽ എന്താണ് ഡെവലപ്പ് അല്ലാത്ത സ്ഥലങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ എന്താണ്, ഓരോ ജില്ലകളിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 6 സ്ഥലങ്ങളിലൊക്കെ ശരിക്കും അത്രയും ലിവ്ലിഹുഡിനെ പോലെ അഫക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ ഏരിയാസിൽ എന്ത് ചെയ്യുക, മാക്സിമം വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് വാട്ടർ ഷെഡ് പ്രോജക്ട്സ് ഇൻ 31 ഡിസ്ട്രിക്ട്സ്. ഓക്കെ, ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സിലായിട്ട് 31 പ്ലേസസിലായിട്ട് തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്താണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്, എന്നാണ് RIDF എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് 1995 to 96 ആ ഒരു ടൈം പീരീഡിലാണ് ഇത് സെറ്റപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇവർ ബേസിക്കലി ഇതൊരു ഓൺ ഗോയിങ് പ്രോജക്റ്റാണ്. അതായത് മൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മേജർ ഇറിഗേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതായത് ഫ്ലഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്, സോയിൽ കൺവേർഷൻ, ഇത്തരത്തിലുള്ള അതായത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള, ഇപ്പോൾ വെള്ളം ഒരുപാട് മഴയൊക്കെ പെയ്ത് വെള്ളം നിന്ന് അങ്ങനത്തെ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസാണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടിനകത്ത് ഇവർ റൂറൽ ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്താണ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഫണ്ട്. ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 2004 ഇതിനകത്ത് ഇവരെന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വാർഡി കൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഈ ഒരു ട്രൈബൽ ഏരിയയിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത്തരത്തിലുള്ള ഫെസിലിറ്റീസൊക്കെ എന്ത് ചെയ്യുകയാണ്, പ്രൊവൈഡ് ചെയ്യുക. അതായത് ട്രൈബൽ ഏരിയനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ഫാം ഇന്നൊവേഷൻ ആൻഡ് പ്രൊമോഷൻ ഫണ്ട്. ഫാം ഇന്നൊവേഷൻ ആൻഡ് പ്രൊമോഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഫാമിന് എന്ത് ചെയ്യുക, മാക്സിമം ഒരു പുതിയ രീതിയിലേക്കും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് അഗ്രികൾച്ചറിനെ അല്ലെങ്കിൽ ഫാമിൻ്റെ ആക്ടിവിറ്റീസിനെ കൊണ്ടുവരിക. അടുത്താണ് VDP, അതായത് വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം വില്ലേജ് കമ്മ്യൂണിറ്റീനെ എന്ത് ചെയ്യുക, മാക്സിമം കൺസൾട്ടേഷൻസൊക്കെ നടത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പം ഗവൺമെൻറ് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് വില്ലേജ് ഏരിയാസിനൊക്കെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യാം. അതായത് NGO പോലത്തെ പരിപാടികളൊക്കെ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പല ഏജൻസീസിനെയൊക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അവർ മാക്സിമം എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ FC ഫാമേഴ്സ് ക്ലബ്ബ്, ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ത്രൂ ക്രെഡിറ്റ്, ടെക്നോളജി ട്രാൻസ്ഫർ, അവെയർനെസ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ്. ഇത്തരത്തിൽ എന്ത് ചെയ്യുക, അവരെ ഫാമേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുക, ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൊടുക്കുക, അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊടുക്കുക, അതുപോലെ തന്നെ മാക്സിമം കപ്പാസിറ്റീസ് ബിൽഡപ്പ് ചെയ്യുക. അടുത്താണ് റൂറൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. റൂറൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനകത്ത് ഇതേപോലത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം എൻ്റർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്ത്, അതായത് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എന്താണ് പുതിയ ഇന്നൊവേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മാക്സിമം അവർക്കുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യുവാക്കളുണ്ടെങ്കിൽ അവരെ മാക്സിമം എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക, അവരെ കപ്പാസിറ്റീസ് ഇൻക്രീസ് ചെയ്യുക, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്താണ് ഈ ശക്തി പ്രോജക്റ്റാണ് ഓൺ ഡിജിറ്റലൈസേഷൻ ഓഫ് SHS, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ സിസ്റ്റമാണ്. ഓൺലൈൻ സിസ്റ്റം മീൻസ് ബുക്സ് എല്ലാം ഓൺലൈനായിട്ട് ലഭിക്കുക. അതുപോലെ തന്നെ എന്താണ് ആൻഡ്രോയിഡ് ബേസ്ഡ് മൊബൈൽസ്, ടാബ്ലെറ്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഓൺലൈനായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക. അതായത് അത്രയും എന്ത് ചെയ്യാണ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സൊക്കെ MIS ത്രൂ റിപ്പോർട്ട്സൊക്കെ, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് MIS റിപ്പോർട്ട്സൊക്കെ ത്രൂ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. അതായത് അത്രയും അപ്ഡേറ്റഡ് ആവുക. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യാം. നമ്മളെ ആക്ടിവിറ്റീസൊക്കെ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട്, ഒരു ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസൊക്കെ ഒരു ആപ്പ് ഉപയോഗിക്കുക, എന്നിട്ട് അതിനകത്തേക്ക് ഫിനാൻഷ്യൽ ഡാറ്റാസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ SMS അലേർട്ട് ഉണ്ടാക്കുക, അതുപോലെ GPRSൻ്റെ സപ്പോർട്ട് ഉണ്ടാക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, അതായത് അവരത്രയും ഈ ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്താണ് റൂറൽ ഇന്നൊവേഷൻ ഫണ്ട്. റൂറൽ ഇന്നൊവേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ഫണ്ട് ഡിസൈൻ ചെയ്യുന്നത് മാക്സിമം ഇന്നൊവേഷൻ അല്ലെങ്കിൽ റിസ്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് മാക്സിമം ഫാർമേഴ്സിന് അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവരെന്ത് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതായത് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫാമിംഗ് ആണെന്ന് തോന്നാത്ത രീതിയിൽ എന്ത് ചെയ്യുക, അവരെ അത്രയും ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് പുതിയ ഓപ്പർച്യൂണിറ്റീസും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അടുത്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ.
ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുമൻസിനെ മാക്സിമം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് മെമ്പേഴ്സിനെ, അതായത് ഓരോ മെമ്പേഴ്സിനെയും അവരെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അത്രയും എഫിഷ്യൻ്റ് ആവുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കിങ് സർവീസസൊക്കെ ഫ്രീ ഡെലിവറി ആക്കുക. അവർക്ക് വേണ്ട ബാങ്കിങ് ഫെസിലിറ്റീസൊക്കെ വീട്ടിൽ തന്നെ വന്നിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് ചെയ്തു കൊടുക്കുക. അതായത് വുമൻസിനെ മാക്സിമം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, മാക്സിമം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അടുത്താണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നബാർഡിൻ്റെ മറ്റൊരു സ്കീമാണ്. ഇത് വന്നിട്ടുള്ളത് 2013 അതൊരു സ്പെഷ്യൽ പ്രോജക്റ്റ് യൂണിറ്റാണ് കിസാൻ്റെ. ജാനുവരി 2013 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുക. അതായത് മാക്സിമം കോർപ്പറേറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം എൻകറേജ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക. അതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നബാർഡിൻ്റെ നമ്മൾ ഫണ്ട് പഠിച്ചു, പുതിയ സ്കീംസ് പഠിച്ചു, മാനേജ്മെൻറ്റ് പഠിച്ചു. അങ്ങനെ നബാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ പഠിച്ചത്. നബാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതുകൊണ്ട് നബാർഡിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. നബാർഡിൻ്റെ ഒരു പുതിയ സ്കീംസുകളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം.